നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻറ്റസിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് RB ലീപ്സിഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് തിരിച്ചടി സംഭവിച്ചിരുന്നു. അവരുടെ സൂപ്പർ താരങ്ങളായ ഗ്ലൈസൻ ബ്രമർ അതുപോലെ തന്നെ നിക്കോളാസ് ഗോൺസാലസ് എന്നിവർ പരിക്ക് മൂലം പുറത്താവുകയായിരുന്നു. ഇതിൽ ബ്രമറിൻ്റെ പരിക്ക് അതിഗുരുതരമാണ്. ACL ഇഞ്ചുറിയാണ് ഈ ഒരു ബ്രസീലിയൻ താരത്തിന് ഇപ്പോൾ പിടിപെട്ടിട്ടുള്ളത്. അതിനർത്ഥം ഈ സീസണിൽ ഇനി ബ്രമറിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ സീസൺ മുഴുവനും പുറത്തിരിക്കേണ്ടി വരും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഒരു മികച്ച താരത്തെയാണ് ഇപ്പോൾ തിയാഗോ മൊട്ടയുടെ ടീമിന് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പകരക്കാരനെ കൊണ്ടുവരാൻ യുവൻറ്റസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് സ്പാനിഷ് സൂപ്പർ താരമായിരുന്ന സെർജിയോ റാമോസിൻ്റേതാണ്. 38-കാരനായ റാമോസ് ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സെവിയ്യയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു. എന്നാൽ പുതിയ ഒരു ക്ലബിനെ ഇതുവരെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഇറ്റാലിയൻ മാധ്യമമായ ട്യൂട്ടോ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെർജിയോ റാമോസിന് വേണ്ടി ഒരുപക്ഷെ യുവൻറ്റസ് ശ്രമങ്ങൾ നടത്തിയേക്കാം എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ റാമോസിനെ മാത്രമല്ല അവർ പരിഗണിക്കുന്നത്, വേറെയും ചില താരങ്ങളെ അവർ പരിഗണിക്കുന്നതായിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഫിഷാജസ് പുറത്തുവിട്ടിട്ടുണ്ട്. ജോവൽ മാറ്റിപ്പ്, സിമോൺ കെയർ അതുപോലെ തന്നെ മനോളാസ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. റാമോസ് ഈ ഒരു ഇറ്റാലിയൻ ക്ലബിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോൾ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ സജീവമാണ്. താൻ ഫിറ്റാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയാണ് അതിലൂടെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഓഫറുകൾ ഈ ഒരു സമ്മറിൽ അദ്ദേഹത്തിന് വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം അദ്ദേഹം നിരസിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ വന്നിരുന്നു. MLS-ൽ നിന്ന് ഓഫറുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ ബ്രസീലിൽ നിന്ന് ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം യൂറോപ്പിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഫ്രീ ഏജൻ്റായി കൊണ്ട് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.